ഹലോ. അപ്പം എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. നോമ്പാണ്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇറച്ചിയട ഉണ്ടാക്കാം, എണ്ണക്കടിയായിട്ട് ഇറച്ചിയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാച്ചിക്കുട്ടന് മാത്രമേ നോമ്പില്ലാത്തുള്ളൂ. നമ്മൾ നാലാളും നോമ്പെടുത്തിന് കേട്ടോ. നാഫി ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് നോമ്പെടുക്കണത്. എടുക്കണ്ട പറഞ്ഞിട്ട് കേൾക്കാണ്ട് ഓന് വന്നതാണ്. അപ്പോൾ ഇതട്ടോ ഞാൻ ഇറച്ചിയട ഉണ്ടാക്കുന്ന പരിപാടിയാണ്. കുറച്ച് ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിന് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ ഇത് അതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളി ഈ ചോപ്പറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ മീഷോന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതേനു കേട്ടോ ആ ചോപ്പർ. അതുകൊണ്ട് എനിക്ക് നല്ല ഉപകാരമാണ്. അപ്പോൾ അതിലിതാ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ നന്നാക്കി വെച്ചിരുന്നു. ഇനിയിപ്പോൾ അത് ഒന്ന് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. ആർക്കെങ്കിലും ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി വാടാനിട്ടീന് കേട്ടോ. ഇപ്പുറത്തെ ഗ്യാസ് അടുപ്പിന് എന്തോ ഒരു പ്രശ്നം, തീ മര്യാദയ്ക്ക് കത്തണില്ല. അതാണ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നാഫിയാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് ഇടയ്ക്ക് അതിലേക്ക് ഒന്ന് ആയി പോണത് കേട്ടോ. പിന്നെ ഇതാ നല്ലോണം ഒന്ന് വാടി വന്നിക്കണം. ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പൊടികൾ ഇടുന്നത് ഇപ്പുറത്തേക്ക് കൊടുന്നതാണ് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച് പൊടികൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഇത്തിരി ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വാടാൻ വെച്ചാണ്. പിന്നെ ഇതാക്കണേ ചിക്കന് വേവിക്കാൻ വെച്ച ചിക്കൻ വെന്തിയ മിക്സീൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇതാ വല്ലാണ്ട് അരയരുത്, ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ പോലെ ഒന്ന് ചതങ്ങി കിട്ടണ മാതിരി അങ്ങനെ ഒന്ന് ആക്കിയിട്ട് അതും കൂടെ അതിലിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മളെ ഇറച്ചിയടക്കുള്ള മസാല റെഡിയാവും കേട്ടോ. ഇത് നമ്മളെ തറവാട്ടത്തെയും നമ്മളെ വീട്ടിലത്തെയും ദേശീയ കടിയാണ് നോമ്പിന് ഉണ്ടാക്കണേ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് വേറെ ഒന്നുമില്ലെങ്കിലും ഇറച്ചിയുടെ ഇവിടെ നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ദേശീയ കടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാക്കണേ മസാല അവിടെ റെഡിയാക്കി വെച്ചിന്. ഇനി ഞാൻ മൈദ ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മൈദ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ മൈദേനെ അടിച്ച് പരത്തി കുഴച്ച് ഉരുട്ടിയൊക്കെ എടുത്തിന്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മേലെ ഒന്ന് തടവി അതിനെ ഒന്ന് സെറ്റപ്പാക്കി സോപ്പാക്കി എടുക്കട്ടെ നമുക്ക്. അങ്ങനെ സെറ്റപ്പൊക്കെ ആക്കി കുഴച്ച് പരത്തി ഉരുട്ടിയൊക്കെ എടുത്തിന്. ഇനി കുറച്ച് വലിയ വലിയ ഉരുളകളാക്കി എടുത്താൽ വേഗം ഇങ്ങോട്ട് പിന്നെ പരത്തി എടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കട്ടെ. വീഡിയോ എടുക്കുന്ന ആൾ നാഫിയാണ്, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ചെറിയ ടൈലിൻ്റെ പീസ് ഞാൻ അനിയൻ്റെ അവിടെ നിന്ന് കൊടുന്ന് വെച്ചാണ് കേട്ടത്. എന്നാൽ വേഗം ഇങ്ങോട്ട് പരത്തി എടുക്കാമല്ലോ, അതിലാകുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ഇതാക്കണം കേട്ടോ. ഇതാണ് നമ്മളെ ഇറച്ചിടേൻ്റെ അച്ചാണ്, അത് അത് വാങ്ങിയതാണ് കേട്ടോ. എന്നാൽ വേഗം പരിപാടി കഴിയുമല്ലോ. അപ്പം അത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഇങ്ങനെ മുറിച്ചെടുത്ത് ഇതിൻ്റെ മസാല അതിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അമർത്തിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ഒന്ന് എണ്ണയിലിട്ടാൽ അങ്ങനെ ഇറച്ചിയുടെ റെഡിയാവും. അപ്പം ഞാനിതൊക്കെ ഇങ്ങോട്ട് ആക്കി വെക്കുള്ളൂ. ഏകദേശം ബാങ്ക് കൊടുക്കണതിൻ്റെ ഒരു കുറച്ച് സമയം മുന്നേ ഞാൻ ഇത് ചൂടുള്ളൂ കേട്ടോ. എന്നാൽ ചൂടോടെ അങ്ങോട്ട് തിന്നാലോ. അപ്പോൾ അതാ ഇറച്ചിയടേൻ്റെ പരിപാടികളിലാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇനിയിപ്പോൾ നോമ്പല്ലേ വരുന്നത്, നോമ്പിന് പിന്നെ ഇതന്നെയൊക്കെ പണി. എണ്ണക്കടി, ജ്യൂസ്, വലിയ കടി, ചെറിയ കടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇതാക്കൽ. ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ആക്കിയെടുത്തിട്ട് കാണിക്കട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇറച്ചിയടേൻ്റെതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിന്. ബാക്കിയുള്ളൊരു ഇത്തിരി മാവ് വെറുതെ ഒരു ഭൂരി പോലെ ആക്കി വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പെരങ്ങിയാണ്. ഞാൻ മേശേൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് വേണം അടുത്ത പരിപാടികൾ നോക്കാൻ. അപ്പോൾ ഇതാട്ടോ ഇക്കതാ വത്തക്ക ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ എണ്ണക്കടി ഇതാ ഇക്കനെയാണ് കേട്ടോ ഒക്കെ ചുട്ട് തന്നത്. എൻ്റെ പണികളൊന്നും ഞാൻ അടുക്കളയിൽ കയറാൻ നേരം വൈകിയത് കൊണ്ട് കുറച്ച് നേരമായി. അപ്പം നമ്മളെ ഇറച്ചിയുടെ ചുടൽ പരിപാടികൾ ഇതാ തുടങ്ങിയിരിക്കണ്. ഏകദേശം ബാങ്ക് കൊടുക്കാനായിന്. കട്ടൻ ചായയും ആക്കി, പിന്നെ വത്തക്ക ജ്യൂസും അടിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ നോമ്പുറ സ്പെഷ്യൽ. എല്ലാവരും ഈ ഇറച്ചിയുടെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാങ്ക് കൊടുക്കാനായി. ഇനി നമ്മൾ പോയി നോമ്പ് തുറക്കട്ടെ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ടാറ്റാ.